ഹലോ സോൾ ഫാമിലി, എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ശാന്തിയും സമാധാനവും നേരുന്നു. അപ്പോൾ ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നിങ്ങളുടെ സ്ക്രീനിൽ ഓൾറെഡി നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാൻ സാധിക്കും. പയൽ 1 ആൻഡ് പയൽ 2. കുറച്ചൊരു കാം എനർജിയിൽ ഇരുന്നിട്ട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ട്രസ്റ്റ് ചെയ്തിട്ട് ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ പയൽ സെലക്ഷൻ നടത്തുക. നമുക്ക് റീഡിംഗ് ആയിട്ട് കാണാം. അതുപോലെ തന്നെ നിങ്ങൾ തരുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ലോട്ട് ഓഫ് താങ്ക്സ്. താങ്ക് യു. ഹലോ പയൽ നമ്പർ 1, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം നിങ്ങളുടെ ഇന്നത്തെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. പയൽ നമ്പർ 1ൻ്റെ താങ്ക് യു. താങ്ക് യു. ഇവിടെ ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഒത്തിരി സ്നേഹം, ഒത്തിരി കമ്പാഷൻ്റെ എനർജി, അതുപോലെ തന്നെ കുട്ടികളുടെ എനർജിയും ഇന്ന് നിങ്ങളെ ഒത്തിരി ഹീലിംഗ് നൽകാനായിട്ട്, എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ടെങ്കിലും കുറച്ചൊരു പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. കുറച്ച് പേർക്ക് ഇവിടെ ഒരു ന്യൂ പോർട്ടൽ, എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂ എനർജി ഓപ്പൺ ആകുന്നതായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ട് 5 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം എന്തൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ടെങ്കിലും അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ എങ്ങനെ ഉയർന്നു പറക്കാം, അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിനു വേണ്ടിയിട്ട് നിങ്ങളുടെ മൈൻഡും നിങ്ങളുടെ ഹാർട്ട് സ്പേസും ബാലൻസ് ചെയ്യുക. ചിന്തിക്കുന്ന കാര്യങ്ങളും മനസ്സുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും കുറച്ചൊന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഹെർമിറ്റ്. ഇന്നത്തെ ദിവസം കുറച്ചൊന്ന് ടൈം എടുക്കുക, കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയിട്ട് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്തെങ്കിലും കാര്യങ്ങൾ മറഞ്ഞിരിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ല, വ്യക്തതയില്ലെങ്കിൽ സമയമെടുക്കുക. കുറച്ച് സമയം മെഡിറ്റേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഇന്നത്തെ ദിവസം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് നിങ്ങളുടെ ഉള്ളിൽ ഒത്തിരി ലൈറ്റ് ഉണ്ട്, ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ എന്തൊക്കെ കാര്യങ്ങളാണ് പിന്നോട്ട് വലിക്കുന്നത് അത് ശ്രദ്ധിക്കുക ഇന്നത്തെ ദിവസം വന്നിട്ട്. അപ്പോൾ നിങ്ങളുടെ ലൈറ്റ് ഷൈൻ ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഓക്കെ, ബാക്കിൽ വന്നിട്ട് 6 ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്നത്തെ ദിവസം ഒത്തിരി ട്രാവൽ എനർജി, അതുപോലെ തന്നെ നിങ്ങളുടെ ഹാർട്ട് സ്പേസിൽ എന്തെങ്കിലും ബ്ലോക്കേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പാസ്റ്റിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഒരു ബ്ലോക്ക് ആയിട്ട് ഇരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ നോ ആയിരുന്നെങ്കിൽ അതിൽ കുറച്ചൊരു ബാലൻസ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് പേർക്ക് ഇത് നിങ്ങളുടെ പാർട്ട്ണർഷിപ്പിൽ, നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള എന്തെങ്കിലുമൊക്കെ ഒരു പോസിറ്റീവ് ചേഞ്ചും ആകാം. ഓക്കെ, ഇവിടെ പേജ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ബാക്കിൽ 10 ഓഫ് കപ്സ് ആൻഡ് 3 ഓഫ് കപ്സിൻ്റെ എനർജി. ഇവിടെ റിലേഷൻഷിപ്സിൽ, വ്യക്തിബന്ധങ്ങളിൽ എഗെയിൻ ആ ഒരു പാർട്ട്ണർഷിപ്പ് ആയിരിക്കാം, കുട്ടികളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം, എല്ലാത്തിലും ഒത്തിരി പോസിറ്റീവ് ചേഞ്ച് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കുറച്ച് പേര് ഒരു ലോങ് ഡിസ്റ്റൻസ് ട്രാവലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, എന്തെങ്കിലും ഷിഫ്റ്റ് ആയിരിക്കാം, നിങ്ങളുടെ കരിയർ ചേഞ്ച് ആകുന്നതായിരിക്കാം, നിങ്ങളുടെ പ്ലേസ് ചേഞ്ച് ആകുന്നതായിരിക്കാം, കംപ്ലീറ്റ്ലി പുതിയ ആൾക്കാർ, പുതിയ സ്പേസ്. ഓക്കെ, ആ ഒരു എനർജിയും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ കമ്മ്യൂണിറ്റി ആയിരിക്കാം, പുതിയ ആൾക്കാരെ പരിചയപ്പെടാനായിട്ടുള്ള ഒരു എനർജിയും ഇന്നത്തെ ദിവസം ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പേജ് ഓഫ് സോഡ്സിലും ഒത്തിരി പോസിറ്റീവ് കമ്മ്യൂണിക്കേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ അഫർമേഷൻ എന്താണ്? പയൽ നമ്പർ 1ൻ്റെ അഫർമേഷൻ എന്താണ്? Today I am kind. Today I will make this day count. I will do something kind for someone. ഇന്ന് നിങ്ങളോട് ഇന്നത്തെ ദിവസം വന്നിട്ട് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ മാറ്റാം, എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്യാനായിട്ട് സാധിക്കും, അതിൽ ഫോക്കസ് ചെയ്യുക. മെയിൻ തിങ് കുറച്ചും കൂടെ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, ഈശ്വരനോട് നന്ദി പറഞ്ഞിരിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ കൈൻഡ്നെസ്, സ്നേഹം, കമ്പാഷൻ, കാരുണ്യം, ആ ഒരു എനർജി ചൂസ് ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലും നിങ്ങളോടും ആ ഒരു എനർജിയിൽ ഇരിക്കാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ആ ഒരു സ്നേഹം, കൈൻഡ്നെസ് നിങ്ങളുടെ ചുറ്റുമുള്ളവരിലും നിങ്ങൾ സ്പ്രെഡ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം മറക്കാതിരിക്കുക. എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി ലഭിക്കുന്നുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾ എസ് പറയാനായിട്ട്, ആ ഒരു ചേഞ്ചിനോട് നിങ്ങൾ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് അതിനെ കാണാനായിട്ടും ശ്രമിക്കുക. ഓക്കെ,
അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ 1 ചൂസ് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണും വരെ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു. ഹലോ പൈൽ നമ്പർ 2, വെൽക്കം ടു യുവർ റീഡിംഗ്. നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് എന്തൊക്കെയാണെന്ന്. താങ്ക് യു. പൈൽ നമ്പർ 2. താങ്ക് യു. പൈൽ നമ്പർ 2. താങ്ക് യു. ഇവിടെ വന്നിട്ട് 5 ഓഫ് വാൻഡ്സിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് വാൻഡ്സിൻ്റെ എനർജി, 5 ഓഫ് കപ്സിൻ്റെ എനർജി. ഇന്നത്തെ ദിവസം വന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, കംപ്ലീറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു തീർക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റിൽ എന്തെങ്കിലുമൊക്കെ കൺഫ്യൂഷൻസ് വരുന്നുണ്ടാകാം, അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളും കൂടെ ചെയ്തു തീർക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുന്നുണ്ടാകാം. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും മറന്നു പോകുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഒത്തിരി ടെൻഷൻസ് വരുന്നുണ്ടാകാം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാനായിട്ട് ഇന്നത്തെ ദിവസം പറയുന്നുണ്ട്. ഓക്കെ, പ്രത്യേകിച്ചും ട്രാവലായിട്ട് റിലേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് കുറച്ചും കൂടെ ശ്രദ്ധിക്കാനായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ 5 ഓഫ് വാൻഡ്സിൽ വന്നിട്ട് കുറച്ച് പേർക്ക് ഇന്ന് ഗ്രൂപ്പായിട്ട് പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. ഒത്തിരി പേരുടെ ഐഡിയ, പലർക്കും പല അഭിപ്രായങ്ങളുണ്ടാകാം. അപ്പോൾ അവരുടെയൊക്കെ ഐഡിയ ചിലപ്പോൾ തുറന്നു പറയാനായിട്ട് ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ എല്ലാവരും ചേർന്നിട്ട് ഗ്രൂപ്പായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റിൽ വർക്ക് ചെയ്യുന്നുണ്ടാകാം. ഓക്കെ, അതുപോലെ തന്നെ 5 ഓഫ് കപ്സിൽ വന്നിട്ട് ഇന്നത്തെ ദിവസം നിങ്ങളോട് പറയുന്നത്, നിങ്ങൾക്ക് ലൈഫിൽ ഓൾറെഡി ഉള്ള ബ്ലെസ്സിങ്സ്, ഓൾറെഡി നിങ്ങൾ കുറച്ചൊന്ന് നിങ്ങളുടെ പെർസെപ്ഷനിൽ, നിങ്ങളുടെ വ്യൂ പോയിന്റിൽ, നിങ്ങൾ കാണുന്ന രീതിയിൽ കുറച്ചൊന്ന് ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങൾക്ക് എന്ത് സൊല്യൂഷനാണ് വേണ്ടത്, എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത്, ഓക്കെ, അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ ഓൾറെഡി ഉള്ള മിറാക്കിൾസ് എന്താണ്, അനുഗ്രഹം എന്താണ്, അത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് ഇന്നത്തെ ദിവസം സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ കുറച്ചൊന്ന് ഫോക്കസ് ചെയ്യുക. അതുപോലെ തന്നെ ഇവിടെ 2 5 ആണ് വന്നേക്കുന്നത്, 5 എനർജി. അപ്പോൾ ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം പോസിബിളാണ്. എന്തെങ്കിലും സ്റ്റക്കായിരുന്ന സിറ്റുവേഷൻ, അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ സൊല്യൂഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എനർജി അവൈലബിൾ ആണ്. അപ്പോൾ അത് നിങ്ങൾ നന്നായിട്ട് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. കുറച്ച് പേർക്ക് എന്തെങ്കിലും മടി, എന്തെങ്കിലുമൊക്കെ പിന്നത്തോട്ട് മാറ്റി വയ്ക്കുന്ന ഒരു എനർജി ഉണ്ടെങ്കിൽ അതും കുറച്ചൊന്ന് കെയർഫുൾ ആകാനായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇവിടെ ബാക്കിൽ വന്നിട്ട് കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജിയാണ്. ഇന്ന് നിങ്ങളുടെ തിങ്കിങ് പ്രോസസ്സിൽ, നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിൽ ഒത്തിരി പോസിറ്റീവായിട്ടുള്ള ചേഞ്ചസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ബാക്കിൽ ഡെവിൽ ആൻഡ് ഏസ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി. കുറച്ച് പേർക്ക് മണി ഫിനാൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ന്യൂ ബിഗിനിങ് ഈ ഒരു സമയത്ത് സംഭവിക്കുന്നുണ്ടാകാം. കുറച്ച് പേര് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുന്നുണ്ടാകാം. കുറച്ച് പേര് പേടിച്ച് പാസ്റ്റിൽ എന്തെങ്കിലും മാറി ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ ചോയ്സ് എടുക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ കാര്യങ്ങൾ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഐഡിയ കുറച്ച് എന്താ പറയുക, തൻ്റെ വ്യൂ പോയിൻ്റ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാനായിട്ട് കുറച്ച് പേര് ശ്രമിക്കുന്നുണ്ടാകാം. ഓക്കെ, കുറച്ച് പേർക്ക് ഇവിടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിങ്ങും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ടോക്സിക് ആയിട്ടുള്ള ഒരു എനർജിയിൽ ഇരുന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പിൽ ഒത്തിരി ചേഞ്ച്, ഒത്തിരി ന്യൂ ഗ്രോത്ത് ഈ ഒരു ദിവസം പോസിബിൾ ആകുന്നതാണ്. ഓക്കെ, ഇന്നത്തെ അഫർമേഷൻ എന്താണെന്ന് നോക്കാം. പൈൽ നമ്പർ 2യുടെ അഫർമേഷൻ എന്താണ്? താങ്ക് യു. Today I am capable. Today I will accomplish every goal that I set for myself. ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്താണോ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് കറക്റ്റ് ടൈമിൽ നിങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങളുടെ കഴിവുകൾ ഡൗട്ട് ചെയ്യാതിരിക്കാനായിട്ടും പറയുന്നുണ്ട്. കുറച്ച് പേർക്ക് ഒത്തിരി ടെൻഷൻസ് വരുന്നുണ്ടാകാം. ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒത്തിരി എന്താ പറയുക, ലാസ്റ്റ് മിനിറ്റ് എന്തെങ്കിലുമൊക്കെ നടക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രൊജക്റ്റിൻ്റെ ടൈം പീരീഡ് ആയിരിക്കാം, കംപ്ലീറ്റ് ചെയ്യേണ്ട ടൈം പീരീഡ് ആയിരിക്കാം. ഒത്തിരി ടെൻഷൻസ്, ഒത്തിരി കാര്യങ്ങൾ വരുന്നുണ്ടാകാം. അപ്പോൾ കുറച്ചൊരു കാം എനർജിയിലിരിക്കാനായിട്ടും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ എന്താണോ, നിങ്ങളുടെ എനർജി എന്താണോ, നിങ്ങളുടെ കഴിവുകൾ എന്താണോ അതായിട്ട് പീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട്, സമാധാനം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പൈൽ നമ്പർ
2 സെലക്ട് ചെയ്തവരുടെ മെസ്സേജസ് ആൻഡ് ഗൈഡൻസ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫാമിലി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഷെയർ ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അടുത്ത റീഡിംഗ് ആയിട്ട് കാണുമ്പോൾ ബൈ ആൻഡ് ടേക്ക് കെയർ. താങ്ക് യു.